ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഗൗതമും നന്ദയും വീട്ടിലേക്ക് കയറുമ്പോൾ വല്യമ്മയും വല്യച്ഛനും മുന്നോട്ട് വരും. അപ്പോൾ പ്രിയേച്ചി ചോദിക്കും, ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ നന്ദയെ പുറത്താക്കുന്നോ അതോ ഗൗതം എന്ന കറവയെ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വല്യമ്മ പറയും, അതിന് നന്ദ ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്കൊക്കെ ഞാനല്ല അവളെ പുറത്താക്കിയത്. ഞാനും മഹേന്ദ്രനും ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. അവളുടെ ഭർത്താവ് തന്നെ ഗൗതം തന്നെയാണ് അവളെന്നെ ഈ വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കിയത്. ഇപ്പോൾ അവൻ തന്നെ വന്ന് അവളെന്നെ കയറ്റുന്നു. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ഇതില്ല. അവൻ കയറ്റാതിരിക്കുക, എന്താ ചാവട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി മുതൽ നന്ദ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതൊക്കെ നേരിടാനും ഏറ്റെടുക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഏറ്റെടുത്തോളൂ, എന്തായാലും ഞങ്ങൾ ഇതാക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി അമ്മ വന്നിട്ട് നന്ദനെ വാ മോളെ വാ മോനെ പറഞ്ഞിട്ട് രണ്ടാളേനെയും വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റും. അപ്പോഴായിരിക്കും നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിങ്കി പറയും, നന്ദ, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ അങ്ങനെ ഈ വീട്ടിൽ കയറി പറ്റിയല്ലേ, എന്തായാലും നിനക്കൊരാദ്യം തന്നെ ഒരു ഷെയ്ക്കൻഡ് തരട്ടെ എന്ന് ചോദിക്കും. അപ്പം നന്ദ പറയും, എനിക്ക് ഷെയ്ക്കൊന്നും വേണ്ട, എനിക്ക് ഷെയ്ക്കൻഡ് തരാനുള്ള കയ്യേ ഇപ്പം ബിസിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ താങ്ങാനൊക്കെ വേണം എനിക്ക് എൻ്റെ കൈ, അതുകൊണ്ട് എനിക്ക് സമയമില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിന് ഇങ്ങനെ പിടിക്കും. കയ്യിലിങ്ങനെ ഗൗതമിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, പോവാം നമുക്ക് റൂമിലോട്ട് എന്ന് പറയും. എന്നിട്ട് അവർ റൂമിലേക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കയറ്റുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. അവിടെ കണ്ടുവരുന്ന അച്ഛനും വല്യമ്മയ്ക്കും പിങ്കിക്കും എല്ലാവർക്കും ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരുന്നിട്ട് നന്ദ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഗൗതം എന്തേ ചോദിക്കും. അതെ, ഞാൻ ഗൗതം സാറിൻ്റെ കൈ പിടിച്ചിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് വല്യമ്മയുടെയും അച്ഛൻ്റെയും മോഹിനിച്ചെറിയമ്മയുടെയും ആ പിങ്കിയുടെ അടക്കം മനസ്സ് തകർന്നു പോയി. എല്ലാവർക്കും അതൊരു ഷോക്കായിട്ടുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഗൗതം പറയും, ഒക്കെ ശരിയാണ്, നീ ചെയ്യുന്നതെല്ലാം ശരി തന്നെ. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയത് അന്നത്തെ ഒരു പ്രശ്നം എല്ലാവരുടെ ഇടയിലും ഭയങ്കര മാനസികമായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നീ നാളെ തന്നെ പോയിട്ട് വല്യമ്മേനെ കാണണം, വല്യമ്മേനെ കണ്ട് സംസാരിക്കണം, വല്യമ്മയുടെ എല്ലാ പിണക്കങ്ങളും നീ തന്നെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയും. അപ്പം ശരി സാർ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് പിടിക്കും. സോറി, രോഗിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കും. പിന്നെ ഒക്കെ ഞാൻ ചെയ്യാം, സാറ് ഒന്ന് കിടന്നാട്ടെ എന്ന് പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ കിടക്കുമ്പോൾ നെറ്റ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതെന്താ അത് ഉറങ്ങാൻ പറഞ്ഞിട്ട് നെറ്റ് ഇങ്ങനെ ഇതാക്കണേ. അപ്പോൾ ഗൗതം പറയും, നെറ്റ് ഇങ്ങനെ തടവുന്നതേ പെട്ടെന്ന് ഉറക്കം വരും പറയും. അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കിയിട്ട് നന്ദ അവൻ്റെ കൈ മെല്ലെ താത്തിയിട്ട് ഞാൻ തടവിത്തരാമെന്ന് പറയും. അപ്പോൾ ഗൗതം കൈ പിടിച്ചിട്ട് അവളുടെ കൈ അവൻ്റെ നെഞ്ചിലിങ്ങനെ വെക്കും. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് നന്ദ ഇങ്ങനെ തല ചാച്ചിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ കാണിക്കുന്നത് രാവിലെ വല്യമ്മ അങ്ങനെ പവിത്രയെ വിളിച്ചിട്ട് പറയും, പവിത്ര, എനിക്കുള്ള ചായയെ ഇങ്ങ് റൂമിലോട്ട് കൊടുന്നെന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് വല്യമ്മ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എന്നെ തല്ലിയവളെ ആ മുഖം ഇനി എനിക്ക് കാണണ്ട, ഞാനെന്തിനാ അവിടെ താഴെ പോയിട്ട് അവളുടെ വായിലിരിക്കണതൊക്കെ കേൾക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാവും നന്ദ അങ്ങോട്ട് കിടന്നു വരുന്നത്. ഗുഡ് മോർണിംഗ് വല്യമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. നിൻ്റെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്, അപ്പോൾ ഇങ്ങോട്ടും വന്നോ എന്നെ ഇതാക്കാൻ എന്നൊക്കെ പറയും. എന്നിട്ട് വല്യമ്മ ചോദിക്കും, എന്തിനാപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ചോദിക്കും. അതോ, ഇനി വല്യമ്മയോട് ഞാൻ യാതൊരു വിധത്തിലുള്ള വഴക്കിനും വരില്ല, അതുപോലെ തന്നെ വല്യമ്മ എന്നോടും ബിഹേവ് ചെയ്യണം ചോദിക്കും. അപ്പോൾ എന്താ ചോദിക്കും. അപ്പം നിന്നെ വഴക്കാളിയാക്കുന്നത് ഞാനാണോ എന്ന് വല്യമ്മ ചോദിക്കും. അതല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളൊന്നും വല്യമ്മയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ വല്യമ്മ, അത് ശരി, അപ്പം നിന്നെ വഴക്കാളിയാക്കുന്നത് ഞാനാണല്ലേ എന്നൊക്കെ പറഞ്ഞു. സംശയം എന്താ, അതെ, ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഇത് വല്യമ്മ തന്നെയാണെന്ന് പറയും. വല്യമ്മയ്ക്ക് എന്താ അമ്മയോട്, ലക്ഷ്മി അമ്മയോട് ഇത്രയ്ക്ക് ദേഷ്യം? ഞാൻ പറയട്ടെ, എനിക്കറിയാൻ പറയും. അപ്പം എന്താ നിൻ്റെ കണ്ടുപിടുത്തം ചോദിക്കും. അപ്പോൾ ലക്ഷ്മി അമ്മയുടെ ആ പ്രസരിപ്പുള്ള മുഖം കണ്ടിട്ട്, പ്രകാശം പരത്തുന്ന മുഖം കണ്ടിട്ട് വല്യമ്മയ്ക്ക് സഹിക്കുന്നില്ല, അതല്ലേ പറയും. അപ്പോൾ ഇത് നിൻ്റെ കണ്ടുപിടുത്തമാണോ എന്നൊക്കെ വല്യമ്മ അങ്ങനെ പറയും.
അപ്പം അല്ല, ഇതേ വല്യമ്മയുടെ മോള് തന്നെ പ്രിയേച്ചി പറഞ്ഞു തന്നതാ അത് എന്നൊക്കെ ചോദിക്കും. ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, മര്യാദയ്ക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോള് പറയും. എന്നിട്ട് അങ്ങനെ നിന്നോട് ഇപ്പോൾ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പോൾ എന്നോട് ഗൗതം സാർ എന്നെ പറഞ്ഞത് രാവിലെ ചെന്ന് വല്യമ്മേനെ കണ്ടോളുന്നു. ആ എന്നെ വഴക്ക് ഉണ്ടാക്കാനേ നിന്നെ അവൻ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ ചോദിക്കും. അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ പറയും, ഇനി എൻ്റെ അടുത്തേക്ക് എന്തിനെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനപ്പുറം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോകും. എന്നിട്ട് നന്ദ പോയി കഴിഞ്ഞപ്പോൾ വല്യമ്മ ഇങ്ങനെ ആലോചിച്ചു, ഇവളുടെ രണ്ടാം വരവേ രണ്ടും കൽപ്പിച്ചുള്ള വരവാ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ അങ്ങനെ ഇരിക്കും. പിന്നെ കാണിക്കുന്നത് റൂമിൽ നന്ദ പോകുമ്പോൾ ഗൗതം ഇങ്ങനെ പെട്ടെന്ന് എണീക്കാനും നടക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ നന്ദ പറയും, ഓ എന്തിനാ ഇങ്ങനെ സാഹസം കാണിക്കുന്നത്, ഞാനില്ലേ ഇവിടെ, എന്നോട് പറഞ്ഞാൽ മതിയില്ലേ, ഞാൻ നീൽപ്പിച്ചിരില്ലേ പറഞ്ഞിട്ട് ചായ കൊടുക്കും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് വാരി കൊടുക്കുമ്പോൾ അവൻ പറയും, കോളേജിലേക്ക് പോവുക, നീ കോളേജിലേക്ക് ഇന്ന് പോകുന്നില്ലേ ചോദിക്കും. അപ്പോൾ പറയും, സാർ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കോളേജിലേക്ക് പോവുക, സാറിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയിട്ടേ ഞാൻ കോളേജിലേക്ക് പോവും, കഴിക്കി ഇത് എന്നിങ്ങനെ പറയും. അപ്പോഴാവും പ്രിയേച്ചി അങ്ങോട്ട് വരും. അപ്പോൾ പ്രിയേച്ചി ഇവരുടെ കണ്ടിട്ട് സന്തോഷത്തിൽ അങ്ങോട്ട് തിരിച്ചു പോകും. എന്നിട്ട് ലക്ഷ്മി അമ്മേനെയും പവിത്രേനെയും പോയി വിളിക്കും. അപ്പോൾ അവരിതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വാരി കൊടുക്കണമൊക്കെ നന്ദ ഇങ്ങനെ വാരി കൊടുക്കണമൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വരും. ഇവളിങ്ങനെ കഴിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് പിങ്കി താഴോട്ട് പോകും. എന്നിട്ട് ഗൗതം നന്ദയോട് പറയും, നീ എന്തായാലും കോളേജിലേക്ക് പോകണം എന്നൊക്കെ, നിൻ്റെ സ്വപ്നമല്ലേ, നിൻ്റെ അച്ഛൻ്റെ സ്വപ്നം കൂടിയല്ലേ എന്ന് പറയും. അപ്പോൾ നന്ദ പറയും, എങ്ങനെ ഞാൻ പോവും, എനിക്ക് ദാനം നൽകിയ ജീവിതമല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അങ്ങനെ വിസമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് നന്ദ പോവാമെന്ന് സമ്മതിക്കും. പിന്നെ കാണിക്കുന്നത് താഴെ പവിത്ര ഇങ്ങനെ പറയും, ഗൗതമേട്ടൻ്റെ ഇടത്തെ കൈയിനല്ലേ കേട്, വലത്തെ കൈയിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വലത്തെ കൈ കൊണ്ട് കഴിക്കാമല്ലോ. അപ്പോൾ മോഹിനി പറയും, അതെങ്ങനെ, അവൾക്ക് അതുകൊണ്ട് വാരി കൊടുക്കാമല്ലോ, എല്ലാവരെയും ഇതാക്കിയിട്ട് ഈ സമയം അവനെ ഇതാക്കിയിട്ട് അവൾക്ക് മയക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പിങ്കി പറയും, ആ ഇതൊക്കെ കണ്ടിട്ട് അവിടെ കണ്ട് നിൽക്കാനും ആ ലക്ഷ്മി അമ്മയും ഇതൊക്കെ വല്ല പൈങ്കിളി നോവലിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ കണ്ട് രസിക്കാനും ലക്ഷ്മി അമ്മയും പിന്നെ ദേ ഈ പവിത്ര ഉണ്ടായിരുന്നു പറയും. അപ്പോൾ പവിത്ര പറയും, ഞാനും അവിടെ എന്തോ ഷോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോയതാണെന്നൊക്കെ പറയും. അപ്പോൾ വല്യമ്മ പറയും, അവൾ ഇന്ന് രാവിലെ എൻ്റെ അടുത്തും വന്നിരുന്നു, ഒരു ഷോ ഒക്കെ കാണിച്ചിരുന്നു, എന്താ അവരുടെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയില്ല, പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ മോഹിനി പറയും, അതെനിക്കും തോന്നി, പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹമുണ്ട് അവൾക്കിപ്പോൾ ഗൗതമിനോട് പറയും. അപ്പോൾ പിങ്കി പറയും, അതെ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്തോ നടന്നിട്ടുണ്ട് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുമ്പോഴാവും നന്ദ കോളേജിലേക്ക് പോകാൻ വരും. അപ്പോൾ മോഹിനി ചോദിക്കും, നീ ഇത് എവിടേക്കാണ് പറയും, ഞാൻ കോളേജിലോട്ടാണ് പറയും. ആ അത് ശരി, ഭർത്താവിന് ഇങ്ങനെ അസുഖമായി കിടക്കുമ്പോൾ നീ കോളേജിലേക്കാണോ പോകുന്നത് ചോദിക്കും. അപ്പോൾ നന്ദ പറയും, ഗൗതം സാറ് തന്നെ പറഞ്ഞത് എന്നോട് കോളേജിലേക്ക് പോകാനെന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും, ആ അത്രയും നേരം നിൻ്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്നൊക്കെ പറയും. ഇതൊക്കെ ഒന്ന് നന്ദയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ പിങ്കിയും ചിരിക്കും. അപ്പോൾ പറയും, ആ മോഹിനി പറയും, നീ പോയി കിട്ടിയ എന്താ, ഇവിടെ വേറെ ആരുമില്ലേ, ഗൗതം സാറിനെ നോക്കാം, ദേ പിങ്കി ഉണ്ടല്ലോ പറയും. അപ്പം വല്യമ്മ പറയും, ആ നീ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവനിഷ്ടം പിങ്കി നോക്കുന്നതാ പറയും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് ദേഷ്യം വരും. പിങ്കിക്കാണെങ്കിൽ സന്തോഷമാവും. അപ്പം എന്നിട്ട് നന്ദയോട് പറയും, ആ നീ കോളേജിലേക്ക് പൊക്കോ, എന്തായാലും ഇന്ന് അവനെ പിങ്കി നോക്കിക്കോളും പറയും. അപ്പം പിങ്കി പറയും, എന്തായാലും ഞാൻ ഇവള് നോക്കണേക്കാൾ നന്നായിട്ട് ഞാൻ ഗൗതമത്തിനെ നോക്കുന്നൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദ നേരെ അടുക്കളയ്ക്ക് പോകും. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാവും. അപ്പോൾ അവിടെ ലക്ഷ്മി അമ്മയും പ്രിയേച്ചിയും ഉണ്ടാവും. അപ്പോൾ ലക്ഷ്മി ചോദിക്കും, എന്താ കോളേജിലേക്ക് പോവാതെ ഇങ്ങോട്ട് വന്നേ ചോദിക്കും. അപ്പോൾ പിന്നെയും നന്ദ ഒന്ന് മൂളാതെ ഇങ്ങനെ നിൽക്കും. എന്താ നീ കോളേജിലേക്ക് പോകുന്നില്ലേ, ഞാൻ കോളേജിലേക്കൊക്കെ പോവാൻ ഇറങ്ങിയതാ, പിന്നെന്താ, ഗൗതമോന് ദേഷ്യം വരും കേട്ടോ, ഒന്ന് പറഞ്ഞാൽ അപ്പം ചൂടാവും, നീ കോളേജിലേക്ക് പോകാൻ നോക്കുക പറയും. ഞാൻ കോളേജിലേക്ക് പോകാൻ തന്നെ ഒരുങ്ങിയതാ, പക്ഷേ അവിടുന്ന് വല്യമ്മയും മോഹിനിച്ചെറിയും ഒക്കെ പറഞ്ഞു ഇന്ന് ഗൗതം സാറിനെ ആ പിങ്കി നോക്കിക്കോളാവുന്നു. എന്തിനാ എൻ്റെ ഭർത്താവിനെ ആ പിങ്കി നോക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യം വരും അത് കേൾക്കുമ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് ലക്ഷ്മിക്കും പ്രിയേച്ചിക്കും ഭയങ്കര ചിരിയായി വരും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്